Dear friends, today we are going to discuss some and any. In the discussion, some and any. Since these words are very commonly used in our conversation, we should know how to use it to write and speak English. അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അതിൻ്റെ പ്രയോഗം അറിഞ്ഞിരിക്കുക, എഴുതാനും സംസാരിക്കാനും. Connected with some and any, there are two rules. First, some is for positive sentences. Some positive sentences ഉപയോഗിക്കുന്നത്. Then any, it is for negative sentences and questions. Second rule, some and any use only with plural nouns and uncountable nouns. Plural ആയ noun അല്ലെങ്കിൽ uncountable എണ്ണാൻ പറ്റാത്ത noun ഇതിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ സം ആൻഡ് എനി ഇറ്റ് ഈസ് കാൾഡ് ക്വാണ്ടിഫയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അളവ് കാണിക്കുന്നതാണ് സമ്മും എനി. നോർമലി ഇത് നൗണിന് മുമ്പാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വെൻ വി യൂസ് സം ആൻഡ് എനി, എപ്പോഴാണ് സമ്മും എനിയും ഉപയോഗിക്കുന്നത്? ഇഫ് വി ഡോണ്ട് വാണ്ട് ടു സ്പെസിഫൈ ഓർ വി ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ, ദെൻ വി യൂസ് സം ആൻഡ് എനി. അതായത് കൃത്യമായ നമ്പർ സ്പെസിഫൈ ചെയ്യാത്ത അവസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത അവസരങ്ങളിൽ സമ്മും എനിയും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു എക്സാമ്പിൾസ്. നമുക്ക് എക്സാമ്പിളിലേക്ക് മൂവ് ചെയ്യാം, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഐ ഹാവ് സം ഫ്രണ്ട്സ് ഇൻ ഡൽഹി. എനിക്ക് ഡൽഹിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സം ഫ്രണ്ട്സ്. സെക്കൻഡ് സെന്റൻസ്, there are some seats. There are some seats vacant. അവിടെ കുറച്ച് സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. ഐ വാണ്ട് ടു ബൈ സം ആപ്പിൾസ്. എനിക്ക് കുറച്ച് ആപ്പിളുകൾ വാങ്ങിക്കണം എന്നാണ്. കുറച്ച് എന്നാണ് സമ്മിന്റെ മീനിങ്. ഇപ്പൊ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് മനസ്സിലായി. ഫ്രണ്ട്സ്, സീഡ്സ്, ആപ്പിൾസ് ഇതെല്ലാം പ്ലൂറലിനാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഐ ഹാവ് സം മണി ഇൻ ഹാൻഡ്. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. നെക്സ്റ്റ്, ദർ ഈസ് സം മിൽക്ക് ഇൻ ദ ജഗ്. ഈ മിൽക്ക് കണ്ടോടുകൂടി കാര്യം മനസ്സിലാക്കുക. മിൽക്ക് എന്ന് പറയുമ്പോൾ അതിനെ എണ്ണാൻ പറ്റത്തില്ല. അതേപോലെയാണ് മണീസ് ഒന്നും ഉപയോഗിക്കാറില്ല. അതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ദർ ഈസ് സം മിൽക്ക് ഇൻ ദ ജഗ്. ആ ജഗ്ഗിൽ കുറച്ച് പാലുണ്ട്. നെക്സ്റ്റ്, ഷീ വാണ്ട്സ് സം ഐസ്ക്രീം. കുറച്ച് ഐസ്ക്രീം അവൾക്ക് വേണം, അവൾ ആഗ്രഹിക്കുന്നു. ഹി നീഡ്സ് സം കോഫി. അവന് തലവേദന എടുക്കുന്നു, കുറച്ച് കോഫി കിട്ടിയാൽ കൊള്ളാം. ഹി നീഡ്സ് സം കോഫി. അവന് കുറച്ച് കോഫി ആവശ്യമാണ്. മണി, മിൽക്ക്, ഐസ്ക്രീം, കോഫി ഇതെല്ലാം ഇതാണ് അൺകൗണ്ടബിൾ നൗൺസ്. ഈ സമ്മിന്റെ ഉപയോഗം മനസ്സിലായി. നെക്സ്റ്റ്, ലെറ്റ്സ് മൂവ് ഓൺ ടു എനി ഇൻ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ്. ദർ ഈസ് സം മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനകത്ത് കുറച്ച് പാലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മിന്റെ പ്രയോഗമാണ്. ഇനി അതിനെ എനി ഉപയോഗിച്ച് നെഗറ്റീവ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. നോക്കാം. ഈസ് ദർ എനി മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനകത്ത് കുറച്ച് പാലുണ്ടോ? ഫ്രിഡ്ജിനകത്ത് ഇത്തിരിയെങ്കിലും പാലുണ്ടോ എന്നാണ് ചോദ്യം. ഇനി there isn't any milk in the fridge. ഫ്രിഡ്ജിനകത്ത് ഒട്ടും പാലില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് നമ്മൾ എനി ഉപയോഗിച്ചു, നെഗറ്റീവ് ഉണ്ടാക്കാൻ നേരത്തും എനി ഉപയോഗിച്ചു. ഇതാണ് ഇതിന്റെ പ്രയോഗം. അപ്പൊ സം പോസിറ്റീവ് സെൻസ്. നെക്സ്റ്റ്, ഐ നോ സം ഓഫ് ദം. അവരെ കുറച്ച് പേര് എനിക്കറിയാം. അപ്പൊ സമ്മിന്റെ ഉപയോഗം. കുറെ പേരുണ്ട്, അതിൽ കുറച്ച് പേരെ എനിക്കറിയാം. ഡു യു നോ എനി ഓഫ് ദം. അവരാരെങ്കിലും നിനക്കറിയാമോ? ഡു യു നോ എനി ഓഫ് ദം? ഐ ഡോണ്ട് നോ എനി ഓഫ് ദം. എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ. എനിയുടെ പ്രയോഗം മനസ്സിലായല്ലോ. ഒന്നുകൂടെ നോക്കാം. ഡു യു നോ എനി ഓഫ് ദീസ് പ്ലേയേഴ്സ്. ഈ പ്ലേയേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. ഐ ഡോണ്ട് നോ എനി ഓഫ് ദീസ് പ്ലേയേഴ്സ്. ഈ പ്ലേയേഴ്സിന് ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സം പോസിറ്റീവില് എനി നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രയോഗം. ഇതൊരു ജനറൽ റൂളാണ്. ഇതിനകത്ത് കുറെ എക്സെപ്ഷൻസ് എല്ലാത്തിനും ഉണ്ടാവും. ഇംഗ്ലീഷിന്റെ ഏത് റൂള് പറഞ്ഞാലും അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും. ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. Please subscribe and support me. This is Srikumar signing off until meet again.